ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു റെസ്പോൺസ് ഫോർ LTI സിസ്റ്റം ഈസ് 4 5 ഫോർ ഇൻപുട്ട് ഇമ്പൾസ് സിഗ്നൽ ദെൻ റെസ്പോൺസ് ഫോർ സിസ്റ്റം 1 2 വിൽ ബി. അത് ഞാൻ LTI സിസ്റ്റത്തിൽ ഇമ്പൾസ് ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന റെസ്പോൺസ് ഇമ്പൾസ് റെസ്പോൺസ് ആണ്. അതിന്റെ 4 5 റെസ്പോൺസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു വേറെ ഇൻപുട്ട് കൊടുക്കുമ്പോൾ വാട്ട് ഈസ് ഔട്ട്പുട്ട്? സോ ഔട്ട്പുട്ട് y ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി കൺവല്യൂട്ട് വിത്ത് എച്ച് ഓഫ് ടി ആണ് അല്ലേ? എക്സ് ഓഫ് ടി കൺവല്യൂട്ട് വിത്ത് എച്ച് ഓഫ് ടി. അപ്പം ഇതിനകത്ത് നമുക്ക് so, എങ്ങനെ എങ്ങനെ നമുക്ക് കൺവല്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റും നോക്കിയേ. നമ്മൾ ആദ്യമേ 1 2 എന്ന് പറഞ്ഞ സംഭവം എന്തായിരിക്കും വരിക? 1 2 നമ്മളുടെ എക്സ് ഓഫ് ടി ആണ്, ഇത് നമ്മളുടെ എച്ച് ഓഫ് ടി എടുക്കുകയാണ്. എച്ച് ഓഫ് ടി എത്ര ആയിരിക്കും വരിക? 4 5. അപ്പൊ എന്തായിരിക്കും വരിക? 1 into 4 4 4 into 2 8 5 5 into 1 5 5 into 2 10 വരും. അപ്പൊ നമ്മൾ എടുക്കുന്ന സമയം എന്തായിരിക്കും എങ്ങനെയായിരിക്കും വരിക? 4 5 plus 8 plus 5 13 10 വരും. സോ മനസ്സിലായത്? എടുക്കുന്ന മനസ്സിലായ? അതായത് നമ്മൾ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് 1 2 എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 4 5 ആണെങ്കിൽ നമ്മൾ കൺവല്യൂഷൻ എടുക്കുന്ന കാര്യം നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 4 into 1 4 എടുക്കുകയാണ്, 4 into 2 8 എടുക്കുകയാണ്, 5 into 5 1 5 ആണ്, 5 into 2 10 ആണ്. നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 4 8 10 വരും. സോ എന്തായിരിക്കും വരിക? നമ്മുടെ റെസ്പോൺസ് 4 8 10 വരും. സോറി 4 8 അല്ല, 4 13 13 വരും അല്ലേ? 8 5 13 അല്ലേ? 4 13 10 വരും. 4 13 and 10 നോക്കിയേ. എടുക്കുന്ന മനസ്സിലായത്? സോ നമ്മൾ 1 2 എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ റെസ്പോൺസ് ആയിരിക്കും വരിക 4 13 10 എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയോ എടുക്കുന്നേ? നോട്ട് ഉണ്ടോ അത്? മനസ്സിലായി സർ, മനസ്സിലായി. അപ്പൊ ഇതിനകത്ത് വരുന്ന രണ്ടു ഒബ്സർവേഷൻ ഉണ്ടല്ലോ. നോക്കി, നമ്മളുടെ ഇമ്പൾസ് റെസ്പോൺസിന്റെ ലെങ്ത് എത്ര ആയിരിക്കും വരിക? L1 L2 അല്ലേ? അതായത് ഇമ്പൾസ് റെസ്പോൺസിന്റെ ലെങ്ത് 2 അല്ലേ? രണ്ട് സാമ്പിൾ അല്ലേ ഉള്ളൂ? ഇത് L1 അല്ലെ? ഇത് L1 ഈസ് ഇക്വൽ ടു 2 ആണ്. നമ്മളുടെ ഇതായിരിക്കും വരിക. ഇൻപുട്ടിന്റെ ലെങ്ത് എത്ര ആയിരിക്കും വരിക? അതിനകത്ത് രണ്ട് സാമ്പിളേ ഉള്ളൂ. L2 ഈസ് ഇക്വൽ ടു 2 ആണ്. അങ്ങനെയാണെങ്കിൽ കൺവല്യൂട്ട് ചെയ്ത ഔട്ട്പുട്ടിന് എത്ര ആയിരിക്കും വരിക? സാമ്പിൾ L1 പ്ലസ് L2 മൈനസ് 1 ആയിരിക്കും വരിക. അതായത് ടോട്ടൽ 2 പ്ലസ് 2 അല്ലെ? ഇതിന്റെ ലെങ്ത് രണ്ട് സാമ്പിൾ, ഇതിന്റെ ലെങ്ത് എത്ര ആയിരിക്കും? രണ്ട് സാമ്പിൾ, 2 പ്ലസ് 2 4 4 പ്ലസ് 1 മൈനസ് 1. അത് മൈനസ് 1 എത്ര ആയിരിക്കും വരിക? നമുക്ക് 3 ആയിരിക്കും വരിക. അതായത് നമുക്ക് റെസ്പോൺസ് നമ്മൾ നോക്കിയാൽ നമുക്ക് എത്ര ആയിരിക്കും വരിക? 3 സാമ്പിൾസ് നമുക്കുള്ളൂ. അപ്പൊ അതും നമ്മളൊന്ന് ഓർത്ത് വയ്ക്കും. ജസ്റ്റ് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ. അത് കണക്ക് തന്നെ ഇതായിട്ട് ബന്ധപ്പെട്ട പിന്നെ വേറെയും കുറച്ച് ഒബ്സർവേഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ നോക്കിയേ. ഇവിടെ എച്ച് ഓഫ് ടിയുടെ വില, എച്ച് ഓഫ് ടി എത്ര ആയിരിക്കും തന്നിരിക്കുന്നത്? എച്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു 4 5 അല്ലെ? എച്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു 4 5 ആൻഡ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എത്ര? 1 1 2 അല്ലെ? തന്നിട്ടുണ്ട് നമുക്ക്. എക്സ് ഓഫ് ടി 1 ഓഫ് 2 1 2 തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വൈ ഓഫ് ടി നമ്മൾ കണ്ടുപിടിച്ച് എത്ര ആയിരിക്കും വരിക? 4 3 4 13 10 എന്നും പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മൾ ഇതിൽ ജസ്റ്റ് ഒരു സം എടുത്ത് 5 പ്ലസ് 4 എത്ര ആയിരിക്കും വരുന്നത്? സം എടുത്താൽ നമുക്ക് 9 കിട്ടും. 2 എക്സ് ഓഫ് ടി എത്ര ആയിരിക്കും വരിക? 1 2 അല്ലേ? ഇതിന്റെ സം എടുത്താൽ 2 പ്ലസ് 3 എത്ര ആയിരിക്കും വരിക? നമുക്ക് 3 കിട്ടും. 9 3 കിട്ടും. വൈ ഓഫ് ടി എത്ര ആയിരിക്കും? സം എടുത്താൽ 14 13 പ്ലസ് 4 17 പ്ലസ് 10 27 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്കൊരു ഒബ്സർവേഷൻ ഉണ്ട്. നോക്കിയും, ഈ എച്ച് ഓഫ് ടിയുടെ സമേഷൻ നോക്കി കഴിഞ്ഞാൽ സമേഷൻ എന്തായിരിക്കും വരിക? ഇതിന്റെ സമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വൈ ഓഫ് ടിയുടെ സമേഷൻ എന്ന് പറയുന്നത് എച്ച് ഓഫ് ടിയുടെ സമേഷൻ ഇൻറ്റു എന്തായിരിക്കും വരിക? എക്സ് ഓഫ് ടിയുടെ സമേഷൻ ആണ്. അത് 27 വൈ ഓഫ് ടി 27 കിട്ടുന്നില്ല. ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ടിയുടെ സമേഷൻ എത്രയായിരിക്കും വരിക? 9 ഇൻറ്റു എക്സ് ഓഫ് ടിയുടെ സമേഷൻ എത്രയായിരിക്കും വരിക? 9 to 3 27. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ വരും. ഇതൊക്കെ ജസ്റ്റ് ഒബ്സർവേഷൻ ആണ്. സോ നമ്മളിവിടെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് തന്നിട്ടുണ്ടെങ്കിൽ റെസ്പോൺസ് ഓഫ് എനി LTI സിസ്റ്റം ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ എന്തായിരിക്കും വരിക? ഇൻപുട്ട് റെസ്പോൺസ് എന്തായിരിക്കും വരിക? ഇമ്പൾസ് റെസ്പോൺസ് കൺവല്യൂട്ട് വിത്ത് ഇൻപുട്ട് റെസ്പോൺസ്. അതായത് എക്സ് ഓഫ് ടി കൺവല്യൂഷൻ വിത്ത് എച്ച് ഓഫ് ടി. നമുക്കൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന് ഇമ്പൾസ് റെസ്പോൺസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും വരിക? വേറെ ഏത് ഇൻപുട്ട് വെച്ചിട്ടും ആ സിസ്റ്റത്തിന് റെസ്പോൺസ് കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് ബൈ ടേക്കിംഗ് ദ കൺവല്യൂഷൻ വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി കൺവല്യൂട്ട് വിത്ത് എച്ച് ഓഫ് ടി നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ പവർ സിഗ്നൽ ഓഫ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 8 cos 20t പ്ലസ് 4 sin 50t. എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക? നമ്മൾ മുന്നേ പറഞ്ഞല്ലോ, പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും പവർ? ഈ സിഗ്നലിന്റെ പവർ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. പവറിന്റെ ഇക്വേഷൻ എന്തായിരിക്കും വരിക? പവർ ഈസ് ഈക്വൽ ടു ഉണ്ടോ? അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? പവർ ഈസ് ഈക്വൽ ടു ആർ എം എസ് വാല്യൂ എന്തായിരിക്കും വരിക? സ്ക്വയേർഡ് അല്ലെ? ആർ എം എസ് വാല്യൂ സ്ക്വയേർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ കിട്ടും. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ആർ എം എസ് വാല്യൂ എന്തായിരിക്കും വരിക? ആർ എം എസ് വാല്യൂ എത്ര ആയിരിക്കും വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്
8 divided by root 2 the whole square plus 4 divided by root 2 the whole square. That is equal to square root of 64 divided by 2 plus 16 divided by 2 വരുന്നത്. That is equal to 64, 74, 80. Square root of 80 divided by 2, that is equal to square root of 40. അതാണ് നമുക്ക് RMS വാല്യൂ കിട്ടുന്നത്. നമുക്കറിയാം പവർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? RMS വാല്യൂ, പവർ ഈസ് ഈക്വൽ ടു RMS വാല്യൂവിന്റെ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 40 ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് നമുക്ക് 40 വാട്ട്സ് കിട്ടും. സോ ഓപ്ഷൻ എ ആയിരിക്കും വരുന്ന ആൻസർ. ഇത് ക്ലിയർ ആയല്ലോ? പവർ ഈസ് ഒരു സിഗ്നലിന്റെ പവർ പിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? പവർ ഈസ് ഈക്വൽ നത്തിങ് ബട്ട് ഇറ്റ്സ് RMS വാല്യൂ സ്ക്വയർഡ്. ഡൗട്ട് ഉണ്ടോ ഇത്? ഇല്ല ഇല്ല മനസ്സിലായി. ഓക്കെ. If x of t is equal to 2 into u of t and y of t is equal to u of t, then what is x of t convolute with y of t? Important ആണ്. ഇത് നിങ്ങളുടെ KCB AE എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. KCB AE 2023. അതായത് നമുക്ക് നിങ്ങൾ സിഗ്നൽസ് പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾ എപ്പോഴും നോക്കണം, ഒരു ക്വസ്റ്റ്യൻ എന്തൊക്കെയാലും സാധാരണ ഇപ്പോഴത്തെ നോർമൽ ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൺവല്യൂഷന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് സാധാരണ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത് ചോദിക്കുന്നത് വെച്ചാൽ നമ്മളുടെ ഈ ഇതായിരിക്കും ഒരു ഇമ്പൾസിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കാര്യം ആ പ്രോപ്പർട്ടീസ് ഏകദേശം ഒരു 10-15 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ ടൈം ടു ടൈം നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. കാര്യം പ്രോപ്പർട്ടി അറിയാമെങ്കിൽ വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. അത് കണക്ക് തന്നെ നമുക്ക് എന്തായിരിക്കും പറ്റുക, നമുക്ക് ചെക്കിങ് നമ്മുടെ കോസാലിറ്റി ലീനിയാരിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ എന്തായാലും പിന്നെ സാമ്പിൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് പറയാം. സോ നിങ്ങൾ ഈ കൺവല്യൂഷന്റെയും ഇമ്പൾസിന്റെയും പ്രോപ്പർട്ടീസ് ഓർത്ത് വയ്ക്കാം. സോ ഇതൊരു 4 പ്രോപ്പർട്ടീസ് ആണ്. ഇവിടെ നോക്കി നമുക്ക് ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഈ പ്രോപ്പർട്ടി അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്ന് തന്നിട്ടുണ്ട്. അവർ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു യു ഓഫ് ടി തന്നിട്ടുണ്ട്. ആൻഡ് വൈ ഓഫ് ടി എന്ന് പറയുന്ന സംഭവം എന്തായിരിക്കും വരിക? യു ഓഫ് ടി തന്നിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് എക്സ് ഓഫ് ടി കൺവല്യൂട്ട് വിത്ത് വൈ ഓഫ് ടി ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്താ തന്നിരിക്കുന്നത്? 2 എന്ന് പറയുന്ന സംഭവം ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റും? നമുക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടി നോക്കിയേ, 2 ഇൻറ്റു അല്ലെ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സംഭവം എന്തായിരിക്കും വരിക? അതായത് 2 ഇൻറ്റു എക്സ് ഓഫ് ടി യു ഓഫ് ടി ആണ്. കൺവല്യൂട്ട് വിത്ത് വൈ ഓഫ് ടി എന്തായിരിക്കും വരിക? യു ഓഫ് ടി ആണ്. 2 ഒരു കോൺസ്റ്റന്റ് ആണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി നോക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? യു ഓഫ് ടി കൺവല്യൂട്ട് വിത്ത് യു ഓഫ് ടി, ഇക്വേഷൻ എന്തായിരിക്കും വരിക? ടി ഇൻറ്റു യു ഓഫ് ടി. ആൻസർ എന്തായിരിക്കും വരിക? 2 ഇൻറ്റു ടി ഇൻറ്റു യു ഓഫ് ടി വരും. സോ യു ഓഫ് ടി കൺവല്യൂട്ട് വിത്ത് യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി ഇൻറ്റു യു ഓഫ് ടി, e⁻80 ഇൻറ്റു യു ഓഫ് ടി കൺവല്യൂട്ട് വിത്ത് e⁻80 ഇൻറ്റു യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ടി ഇൻറ്റു e⁻80 ഇൻറ്റു യു ഓഫ് ടി, e⁻t ഇൻറ്റു യു ഓഫ് ടി കൺവല്യൂട്ട് വിത്ത് യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1 മൈനസ് e⁻t ഇൻറ്റു യു ഓഫ് ടി, e⁻80 കൺവല്യൂട്ട് വിത്ത് e⁻bt ആണെങ്കിൽ 1 ബൈ മി ബൈ ബി മൈനസ് എ e⁻80 മൈനസ് e⁻bt ഇൻറ്റു യു ഓഫ് ടി, ടി ഇൻറ്റു യു ഓഫ് ടി കൺവല്യൂട്ട് വിത്ത് യു ഓഫ് ടി ആണെങ്കിൽ ടി സ്ക്വയർ ബൈ 2 ഇൻറ്റു യു ഓഫ് ടി നമുക്ക് പറയാൻ പറ്റും. സോ ഇത് ഈ ഒരു കൺവല്യൂഷന്റെ ഈ ഒരു പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അതിനകത്ത് നമുക്ക് എന്തായിരിക്കും വരിക? ഈ യു ഓഫ് ടി, അതായത് യു ഓഫ് ടി കൺവല്യൂട്ട് വിത്ത് യു ഓഫ് ടി എന്ന് പറയുന്ന പ്രോപ്പർട്ടീസ്, അത് സാധാരണ ഇതൊരു റിപ്പീറ്റഡ് മോഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇനി ഇതിനകത്ത് നമുക്ക് അതിനൊക്കെ തന്നെ അതിന്റെ പ്രോപ്പർട്ടീസ്, അതായത് നമുക്ക് കൺവല്യൂഷൻ തന്നെ അല്ലാത്തയും കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്നത്തേക്ക് ഇത്ര മതിയോ? മതിയെങ്കിൽ നമുക്ക് നാളത്തേക്ക് കാണാം. ബാക്കിയുള്ളവരിക്കുന്നെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. നമുക്ക് 6 മണി ആയില്ലേ, നമുക്ക് ഇനിയിപ്പം നാളത്തേക്ക് നോക്കാം. ഓക്കെ. അപ്പം ഇതിനകത്ത് ഈ സിഗ്നൽസിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എന്താ അറിയോ? ഇതിന്റെ ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഡെയിലി റിവൈസ് ചെയ്യുക. ഒരു എല്ലാം എഴുതി വെച്ചിട്ട് ഒരു ഡെയിലി വായിച്ചു കഴിഞ്ഞാൽ ഒരു 2 to 3 വീക്സ് ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അത് ഫീൽ ആവും. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. കാര്യം നല്ല രീതിയിലാണ് ക്വസ്റ്റ്യൻസ് അവര് എന്താ പറയുന്നത് നടക്കുന്നത് നമ്മളായിട്ട്. അതുകൊണ്ട് പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ഞാൻ ആ പ്രോപ്പർട്ടീസ് നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്ക് എന്തായിരിക്കും വരുന്നത്, നമുക്ക് കൺവല്യൂഷന്റെയും നമുക്ക് ഇമ്പൾസിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ഇട്ടേക്കാം. സോ നമുക്കിപ്പം 3 ദിവസം ക്ലാസ് ആയി. ഇപ്പൊ നാളെ മുതൽ എന്താണെന്നുള്ളത് കാര്യം ടൈം ടേബിൾ ഉള്ളത് ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇത് എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടോ? അത് നല്ലതായിട്ടുണ്ട്. ശരി. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അതിനകത്ത് പ്രധാനമായിട്ടും ഈ ഒരു ബേസ് വെച്ചിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ വെച്ചിട്ട് നിങ്ങൾ കണ്ടിന്യൂ വർക്ക്ഔട്ട് ചെയ്യുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.
താങ്ക് യു. സാർ കഴിഞ്ഞ അവസാനത്തെ കൺട്രോൾ സിസ്റ്റത്തിന്റെ അതിന്റെ അത് ഞാൻ സ്ക്രീൻഷോട്ട് എങ്കിലും ഇതിനെ ഞാൻ ഇട്ടിരുന്നാ ഇട്ടേക്കാം. മതി ഞാൻ സ്ക്രീൻഷോട്ട്. ഞാൻ ആ ഇട്ടേക്കാം. ആ ഓ ഓക്കെ ശരി ഓക്കെ ശരി. താങ്ക് യു താങ്ക് യു. ഓക്കെ ഓക്കെ. ബൈ. ആ ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു സർ.